നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ലഹരി. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവൻ നൽകുന്ന അമ്മമാരെ പോലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയം എടുത്ത പോലെയാണ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളൊരു ദൗത്യം. അത് കേരളത്തിലെ എന്ന് മാത്രമല്ല ലോക ജനതയെ തന്നെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി ഒത്തുചേരാനുള്ള സാഹചര്യവും. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഘുനാടകവും അരങ്ങേറി. ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേരളത്തിൽ 3000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. പറപ്പൂക്കാവ് ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, നഴ്സിംഗ് സ്കൂൾ നഴ്സ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന, ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശ്, അധ്യാപകരായ സിസ്റ്റർ ലില്ലി തോമസ്, അൽഫീന പയസ്, CCTV ഡയറക്ടർമാരായ KC ജോസ്, CS സുരേഷ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംസാരിച്ചു. മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ, പറപ്പൂക്കാവ് ദേവസ്വം ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികളായ AJ ജോഷ്ന, CL ജാസ്മിൻ, ബിജി റോസ്, ആൻമരിയ ജോജു, TT ജോഫി എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് CCTV സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ സമൂഹം മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അതുപോലെ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാളെ വീണാൽ എണീപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലും അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കി വരുന്നു. നമ്മൾ സമൂഹത്തിൽ ഇന്ന് അത് വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ CCTV നടത്തുന്ന പരിപാടികളിൽ ഒപ്പം കൈകോർത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടെയുണ്ട്. ഈ പരിപാടിക്ക് ഒപ്പം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഒപ്പം കൈകോർത്ത് നിൽക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ ഒഴിവാക്കിയ EDയുടെ രാഷ്ട്രീയ പ്രേരിത നിലപാടുകൾക്കെതിരെ CPIM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PT ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ Dr. VC ബിനോജ്, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, NB ബിജു, PB ബിബിൻ, PA ബൈജു, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അടുപ്പുട്ടി പള്ളിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. ഏപ്രിൽ 4, 5 വെള്ളി ശനി ദിവസങ്ങളിലാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏപ്രിൽ 4 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മാർ ഒസിയോ വാർഡ് സീനിയർ ഗ്രൗണ്ട് കുരിശും തറയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പാമ്പാടി സ്മാരക കുരിശുപള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് സന്ധ്യാ നമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവയും ഉണ്ടാകും. ശുശ്രൂഷകൾക്ക് കോട്ടയം ദേവലോകം മാനേജർ റവറൻ യാക്കോബ് റമ്പാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടൂപ്പ് K, പെരുന്നാൾ കൺവീനർ TP വിജു തുടങ്ങിയവർ പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും.
100 വയസ്സിന്റെ നിറവിലെത്തിയ CPIM നേതാവ് NK മാധവന് ജന്മനാടിന്റെ സ്നേഹാദരം. ചിറമനങ്ങാട്ടെ വസതിയിൽ നടന്ന ആഘോഷത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ആശംസയർപ്പിച്ചു. 1952 കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് നീലമാക്കിൽ കുട്ടപ്പന്റെ മകനാണ് NK മാധവൻ. പിതാവിന്റെ പാത പിൻപറ്റിയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിനിറങ്ങിയത്. ജന്മി നാടുവാഴിത്വ ഭരണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നടന്ന പോരാട്ടങ്ങളിൽ പ്രധാന പങ്കാളിയായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിനു ശേഷം CPIM പ്രസ്ഥാനത്തിൽ അംഗമായി പ്രവർത്തനം തുടങ്ങി. കർഷക തൊഴിലാളി പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ചു. ആദരവ് ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ആദരചടങ്ങ് നിർവഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം E ചന്ദ്രൻ, ലീഗ് നേതാവ് MS ബഷീർ, CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, കൺവീനർ ഫ്രാൻസിസ് കൊള്ളന്നൂർ, മേരി തോമസ്, T അരവിന്ദാക്ഷൻ, UK മണി, E ഗംഗാധരൻ നായർ, KV പുഷ്പ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ ഉപഹാര സമർപ്പണം നടത്തി. കരിക്കാട് ജുമാ മസ്ജിദിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കരുണയുടെ UAE ചാപ്റ്റർ കരിക്കാട് മേഖലയിലെ നിർധനരായ 32 കുടുംബങ്ങൾക്ക് വർഷം തോറും നൽകി വരാറുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. വർഷത്തിൽ 5000 രൂപ ചികിത്സാ ധനസഹായവും മാസം തോറും 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുകളുമാണ് 32 കുടുംബങ്ങൾക്ക് നൽകിയത്. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ച പള്ളിയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും കുത്തുബയ്ക്കും നമസ്കാരത്തിനും ശേഷം സഹായ വിതരണത്തിന്റെ കൂപ്പൺ മഹല്ല് ഖത്തീബ് അബ്ദുൽ സത്താർ അൻവരിയിൽ നിന്നും മഹല്ല് പ്രസിഡന്റ് ആലുങ്ങൽ യൂസഫ്, സെക്രട്ടറി അഷ്റഫ് മാനങ്കണ്ടത്ത് എന്നിവർ ഏറ്റുവാങ്ങി. കരുണ UAE ചാപ്റ്റർ അംഗം ജിഷാർ സുലൈമാന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഷമീർ C സുലൈമാൻ, NM റസാഖ്, വാരിക്കുന്നത്ത് അബൂബക്കർ, ജമാൽ കരിക്കാട്, AM അബ്ദുൽ ലത്തീഫ്, മൊയ്തീൻകുട്ടി, ഷിനോസ് എന്നിവർ പങ്കെടുത്തു. വടക്കൻ പറവൂർ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 344-ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് പൊന്നാനി കടപ്പുറത്ത് നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. ട്രസ്റ്റി സോജൻ KJ രഥത്തിന് ഹാരമണിയിച്ചു. ഇടവകാംഗം ഫാദർ ജയേഷ് പുലിക്കോട്ടിൽ ദീപശിഖയെ പള്ളിയിലേക്ക് ആനയിച്ചു. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ജാഥ ക്യാപ്റ്റൻ ഫാദർ എൽദോ വർഗീസ് നേതൃത്വം നൽകി. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രവർത്തനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. കുഴൽപ്പണക്കേസിൽ പ്രതികളായ BJP അംഗങ്ങളെ സംരക്ഷിക്കുന്നതിനുവേണ്ടി കൊടകര കുഴൽപ്പണക്കേസ് ED അട്ടിമറിച്ചിരിക്കുകയാണെന്നും അതിന് തെളിവാണ് ഇപ്പോൾ ED സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രമെന്നും BJPയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ED നടത്തിയതെന്നും ആരോപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യവുമായി പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നിന്നും ആരംഭിച്ച പന്തകൊളുത്തി പ്രകടനം ഐനൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PC ചന്ദ്രൻ സ്വാഗതവും AK സത്യൻ നന്ദിയും പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ CPIM കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ മുതൽ ഷാപ്പ് റോഡ് വരെയുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. ചരമം ചിറ്റണ്ട അമ്പലപ്പാട്ട് വീട്ടിൽ പരേതയായ ഭാർഗവി അമ്മയുടെ മകൾ ദേവയാനി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സ്മിജ, സുനിത എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. കുന്നംകുളം ശാന്തി നഗറിൽ പരേതനായ പറപ്പൂർ ജോർജ് ഭാര്യ ലില്ലി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 2:30 CSI സെന്റ് പോൾസ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. എരുമപ്പെട്ടി പതിയാരം മുരിങ്ങത്തേരി പരേതനായ ചിരിയങ്കണ്ടത്ത് പത്രോസിന്റെ ഭാര്യ ഏലിയ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും. എരുമപ്പെട്ടി പതിയാരം മുരിങ്ങത്തേരി അന്തിക്കാട് ദേവസിയുടെ മകൻ പോൾ നിര്യാതനായി. 72 വയസ്സായിരുന്നു.
സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും. LC ഭാര്യയും പരേതനായ ക്രിസ്റ്റഫർ, ക്രിസ്റ്റി ജോസ് എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.